അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് അഗെയിൻ. ദുർക്കെ മുസാഫറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സംസാരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ മെഹബൂബെ ഇലാഹി നിസാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു തആല അൻഹുവെ സിയാറത്ത് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ്. സോ ഫ്രണ്ട്സ്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദർഗയുടെ തൊട്ടടുത്തായിട്ടുള്ള ഒരു പാർക്ക് എന്നാണ് കേട്ടോ. ഇവിടെ നിന്നായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് ഇവിടുന്ന് നടക്കാനുണ്ട്, ഒരു 20 മീറ്ററൊക്കെ കുറച്ച് നടന്നാൽ നമുക്ക് ദർഗൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും. ഒന്ന് ശാന്തമായിട്ട് ഒന്നൊന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഏതായാലും നമുക്ക് ദർഗയിലേക്ക് പോകാം. അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കണം. ഇപ്പോൾ ഏകദേശം ഇവിടെ സമയം 8 മണി ആയിട്ടേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഈ ഒരു പാർക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു വൃത്തിയുള്ള സുക്കൂനായൊരു പാർക്കാണ്. പിന്നെ വലിയൊരു മരമുണ്ട്, ഒരുപാട് എന്താ പറയുക, വൃക്ഷങ്ങളിങ്ങനെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സുക്കൂനുള്ളൊരു ഏരിയയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് വാക്കിംഗ്, അതുപോലെ തന്നെ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. ഏതായാലും നമുക്ക് ഇനി നേരെ ഒരു ലഘു ചായ കുടിച്ചതിന് ശേഷം നേരെ ദർഗയിലേക്ക് പോകാം. എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനെന്നും ചെയ്യുന്ന വീഡിയോകളിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ചായ പിടിക്കണം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ ചായ പിടിക്കുന്ന ആ ഒരു ഏരിയ കാണിച്ചു തരാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ചായ ആണ് കേട്ടോ, ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടുത്തെ ചായക്ക്. നമ്മളിവിടെ നിന്നാണ് കേട്ടോ ചായ പിടിക്കുന്നത്. പൈസ എക് ചായ ചായക്കട ഫുള്ള് എപ്പോഴും തിരക്കാണ് കേട്ടോ. ഈ ഏരിയ മൊത്തം കാണാൻ പറ്റും. ഇതാണ് കേട്ടോ നമ്മളെ ചായയും ഒരു റസ്കും ഉണ്ട്. ഞാൻ ഈ കാണുന്ന വഴിക്കാണ് കേട്ടോ വന്നത്. ഈ റൂട്ടിൽ നേരെ പോയാൽ ഹുമയൂൺസ് ടോംബൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അല്ലാത്ത ഒരുപാട് കാഴ്ചകളും ഈ റൂട്ടിൽ പോയാൽ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു വഴിക്കാണ് നേരെ പോകേണ്ടത് കേട്ടോ. എല്ലാ കടകളും തുറക്കുന്നേ ഉള്ളൂ. ചുറ്റിലും ഇതുപോലെ പൂക്കൾ കാര്യങ്ങളൊക്കെ ദർബാറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. അത്തറിൻ്റെ കടകൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ദർഗയിലേക്ക് പോകുന്ന തൊട്ട സൈഡിൽ തന്നെ ആയിട്ട് നമുക്ക് ഇതുപോലെ നല്ല ബിരിയാണി കടകളും കാണാൻ പറ്റും കേട്ടോ. നല്ല ഹൈദരാബാദി ബിരിയാണി, ഡൽഹി ബിരിയാണി, രാജാക്കന്മാരൊക്കെ കഴിച്ച ബിരിയാണിയൊക്കെയാണ് ഇവിടെ സെയിൽ ചെയ്യുന്നതെന്നാണ് ചോദിച്ച സമയത്ത് അറിയാൻ പറ്റിയത്. ഏതായാലും ഈ കാണുന്ന വഴിയിൽ നേരെ സഞ്ചരിച്ച് കുറച്ച് വളവും തിരിവൊക്കെ ഉണ്ട്. മുമ്പോട്ട് പോയാൽ നമുക്ക് ദർഗാങ്കണത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. എൻ്റെ പ്രേക്ഷകരായ നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ ഒരു ഓൾ ഇന്ത്യൻ യാത്രയിലാണ്. നമ്മുടെ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലെത്തി കഴിഞ്ഞാൽ നിസാമുദ്ദീൻ തങ്ങളുടെ ചാരത്ത് വരണമെന്ന് ഞാൻ നേരത്തെ നിയത്ത് ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ് ഇവിടെ എത്താൻ പറ്റി. മഹാന്റെ ചരിത്രവും കാര്യമൊക്കെ ഞാൻ വൈകെ നിങ്ങളോട് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. പോകുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഇടുങ്ങിയ വഴികളാണ് കേട്ടോ. ഇവിടെയൊക്കെ ഈ റോസാപ്പൂ കച്ചവടക്കാരെ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. ആദര സൂചകമായി മഹാനവറുകളുടെ ചാരത്ത് പോകുന്ന സമയത്ത് ഈ റോസാപ്പൂവിൻ്റെ ചെറിയൊരു ഡബ്ബ വാങ്ങിയിട്ടാണ് എല്ലാവരും പോകാറുള്ളത്. അൽഹംദുലില്ലാഹ് ഒക്കെ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടുള്ള സ്നേഹം നമുക്ക് എങ്ങനെ പ്രകടിപ്പിക്കാൻ സാധിക്കുമോ ആ ഒരു രൂപത്തിലുള്ള നല്ല രൂപത്തിലുള്ള പ്രകടനങ്ങൾ നമ്മൾ കാഴ്ചവെക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ കാണുന്ന വെളുത്ത കുബ്ബയുടെ നേരെ അടിയിലായിട്ടാണ് നിസാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു തആല അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഡൽഹിയിൽ ഞാൻ വന്നിറങ്ങിയത് 4 മണി സമയത്താണ്. ആ സമയത്ത് തന്നെ മഹാന്റെ ദർഗ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ സിയാറത്ത് ചെയ്യാൻ പോയിരുന്നു. ശേഷം വെള്ളിയാഴ്ച ദിവസത്തെയും അതുപോലെ തന്നെ 2-3 ദിവസത്തെ ഫൂട്ടേജുകൾ ഈ ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പോയ സമയത്തൊക്കെ ഞാൻ മാക്സിമം അവിടുത്തെ കാഴ്ചകൾ പകർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പം മഹാനവറുകളുടെ ചരിത്രം നമുക്ക് തീർച്ചയായും ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഏതായാലും മഹാനവറുകളുടെ ചെറിയൊരു ചരിത്രം നമുക്ക് കേൾക്കാം. ഒരുപാടൊന്നും ഞാൻ ഈ ഒരു വ്ളോഗിൽ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. മാക്സിമം ഞാൻ ചെറുതാക്കിയിട്ടാണ് മഹാന്റെ ചരിത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന
മെഹബൂബെ ഇലാഹി ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചാണ്. ക്രിസ്തുവർഷം 1238 ഉത്തർപ്രദേശിലെ ഉധൻ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. യതീമായി വളർന്ന മഹാനവറുകൾ ഏറെ പ്രയാസപ്പെട്ടാണ് പഠിച്ചതും വളർന്നതും. തന്റെ പ്രാഥമിക പഠനം ആ കാലത്തെ പ്രഗത്ഭ പണ്ഡിതനായ മൗലാന അലാവുദ്ദീൻ ഉസൂലിയുടെ പള്ളിക്കൂടത്തിൽ വെച്ചായിരുന്നു. ശേഷം നിരവധി പണ്ഡിതന്മാരുടെ അരികിലേക്ക് കടന്നു ചെല്ലുകയും വലിയ ഇൽമുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. ഇൽമിൽ വലിയ ബഹറാണെങ്കിലും സാമ്പത്തികപരമായി വളരെയേറെ പരാധീനതയിലായിരുന്നു മഹാന്റെ ജീവിതം. നന്നേ ചെറുപ്പത്തിൽ തന്നെ പ്രഭാഷണത്തിലും പഠനത്തിലും മികവുള്ള മഹാൻ തർക്ക വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ പ്രത്യേകം കഴിവുണ്ടായിരുന്നു. ഉമ്മയുടെ വഫാത്തിന് ശേഷം മഹാൻ അവറുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഫരീദുദ്ദീൻ ഖ്വാജ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പേർഷ്യൻ ഈരടികൾ പാടി മഹാന്റെ ശിഷ്യത്വം സ്വീകരിച്ചതും ചരിത്രത്തിലുണ്ട്. നോക്കൂ, മെഹബൂബെ ഇലാഹി എന്ന പേര് മഹാനവറുകൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിലേക്കുള്ള ഇലാഹി പ്രണയത്തിന്റെ മാധുര്യം നുകർന്നുകൊണ്ട് ഡൽഹിയുടെ തെരുവിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ട് ഡൽഹി വിട്ട് അള്ളാഹുവിലേക്ക് ആരാധന നടത്താൻ വേണ്ടി മറ്റൊരിടത്തേക്ക് പോയ മഹാന്റെ ചരിത്രവും ഏറെ ശ്രദ്ധേയമാണ്. ആ കാലഘട്ടത്തിലെ കൊട്ടാര കവിയും മഹാനവറുകളുടെ ആത്മമിത്രവുമായ അമീർ ഖുസ്ര ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം പരിത്യാഗിയുടെ ഉള്ളറയിലെ പരമാധികാരിയാണ്. ഹൃദയ സാമ്രാജ്യത്തിന്റെ ഭരണം അവിടുത്തെ കൽപ്പന കൊണ്ടാണ്. അമീർ ഖുസ്ര ഇങ്ങനെ പാടാനുള്ള കാരണം മറ്റൊന്നുമല്ല, എത്ര ജനത്തിരക്കിലും തൻ്റെ ആരാധന കർമ്മങ്ങൾക്കൊരു കോട്ടവും വരുത്താതെ എല്ലാ രാത്രികളിലും 400 റക്അത്തിലേറെ നിസ്കാരങ്ങൾ നിർവഹിച്ച, തൻ്റെ 80ാമത്തെ വയസ്സിലും വ്രതമനുഷ്ഠിച്ച മഹാന്റെ ആ ഒരു ഈമാനികമായ ഇലാഹി പ്രണയത്തിന്റെ മാധുര്യം നുകർന്നുകൊണ്ടാണ് അമീർ ഖുസ്ര ഇങ്ങനെ പാടിയത്. എന്തായിരിക്കണം ഇലാഹി പ്രണയമെന്ന് നമുക്ക് കാണിച്ചു തന്ന മഹാനോടുള്ള സ്നേഹം ഡൽഹിയിലെ തെരുവുകളിൽ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നത് ക്രിസ്തുവർഷം 1325 റബിയുൽ ആഖിർ 18 വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ്. ദർഗൻ്റെ അടുത്ത് തന്നെയുള്ളൊരു മനോഹരമായ പള്ളിയാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ദർഗാണ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുള്ള പള്ളിയാണ് കേട്ടോ നമ്മളിനി കാണാൻ പോകുന്നത്. പിന്നെ മുകളിലൊക്കെ കാലിഗ്രാഫി ചെയ്ത് വെച്ച് കാണാൻ പറ്റും. ഇതാണ് മസ്ജിദ് കേട്ടോ, അടിപൊളിയാണ്. ഇഷ്ടിക കൊണ്ട് പൂർണ്ണമായിട്ടും നിർമ്മിച്ച ഒരു മസ്ജിദാണ്. ഇവിടെ തന്നെ മിമ്പർ കാണാൻ പറ്റും, വളരെ മനോഹരമായൊരു മിമ്പർ. പൊതുവെ മുഗൾ നിർമ്മിതികളിലൊക്കെ ഇത്തരത്തിലുള്ള മിമ്പറുകളാണ് നമ്മൾ കാണാൻ പറ്റുക. അവിടെ ഒരു എഴുത്തുണ്ട് കേട്ടോ, കാണാൻ പറ്റും. കാലിഗ്രാഫി ഒക്കെ ഇതിൻ്റെ നമ്മൾ ചെയ്തിരുന്നു. ഒരു പ്രാവതാടൊക്കെ ഇരിക്കുന്നു. നല്ല വലിയ വാതിലാണ് കേട്ടോ അത്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നിസാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏതായാലും നെക്സ്റ്റ് വീഡിയോ വരാൻ വേണ്ടി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. ഈ കാണുന്ന വിഷ്വൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അപ്പം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.